ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ഫോട്ടോ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് A4 സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിയതിൻ്റെ ബേസിലാട്ടോ ഞാൻ ഈ 2 A4 സൈസിലുള്ള ഫ്രെയിം എടുത്ത്. നിങ്ങളെ കയ്യിൽ ഏത് സൈസിലുള്ള ഫ്രെയിമാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രെയിമിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഫ്രെയിമിൻ്റെ ബാക്ക് പോർഷനിലുള്ള ക്ലിപ്പൊക്കെ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലിപ്സ് ബ്ലേഡ് വെച്ചിട്ടാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ കെയർഫുള്ളായിട്ട് തന്നെ ഓപ്പൺ ആക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റായിട്ടാണ് ഈ ക്ലിപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ക്ലിപ്പ് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ബാക്ക് പോർഷനൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫോട്ടോ പേപ്പർ വെക്കുന്നതിൻ്റെ മുന്നേ ഈ ഗ്ലാസും അതുമാതിരി തന്നെ അതിൻ്റെ ഫ്രെയിമും അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് വരുന്ന നേരം ഈ ഫോട്ടോ പേപ്പറിലൊക്കെ കുറേ പൊടിയായിട്ട് അത് എടുത്ത് നന്നായിട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസും അതുമാതിരി തന്നെ ഫ്രെയിമും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ഫ്രെയിം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു ഫ്രെയിമും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ടേപ്പ് വെച്ചിട്ട് ആ ഒരു ക്ലിപ്പ് ചെയ്ത ഭാഗത്തായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.